നമസ്കാരം. ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായി കഴിഞ്ഞ തവണ ഹരിയാന ഭരിച്ച ജനനായക് ജനതാ പാർട്ടി ഇത്തവണ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വട്ടപൂജ്യം. ഹരിയാന രാഷ്ട്രീയത്തിൽ കിങ് മേക്കറായിരുന്ന ജെ.ജെ.പി നേതാവായ ദുഷ്യന്ത് ചൗട്ടാല നേടിയതാകട്ടെ വെറും 10,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. മത്സരിച്ച 66 മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ജയിക്കാനാവാതെ വന്നതോടെ ഹരിയാനയുടെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പോലും ഇല്ലാത്ത വിധത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് ജെ.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജെ.ജെ.പിയുമായുള്ള 4.5 വർഷത്തെ സഖ്യം അവസാനിപ്പിച്ച ദുഷ്യന്ത് ചൗട്ടാല ഹരിയാനയിലെ 10 ലോക്സഭാ സീറ്റുകളിലേക്കും ജെ.ജെ.പി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെ ഭീം ആർമി സ്ഥാപകൻ ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിക്കൊപ്പം സഖ്യം ചേർന്നാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഒറ്റ സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല. 2019 തിരഞ്ഞെടുപ്പിൽ 47,452 വോട്ടിനായിരുന്നു ദുഷ്യന്ത് ചൗട്ടാലയുടെ വിജയം. എന്നാൽ ഇത്തവണ 5ാം സ്ഥാനത്താണ് അദ്ദേഹത്തിന് മുമ്പിൽ 45,000-ലേറെ വോട്ടുകളുമായി സ്വതന്ത്രരാണ് മുന്നിട്ട് നിൽക്കുന്നത്. 8,000-ഓളം വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ജെ.ജെ.പി മത്സരിച്ച 66 മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ജയിക്കാനായില്ല എന്നതും ശ്രദ്ധേയമാണ്. 2019 15.32% വോട്ട് വിഹിതമായിരുന്നു ജെ.ജെ.പിക്ക്. എന്നാൽ ഇത്തവണ കിട്ടിയതാകട്ടെ വെറും 0.87% വോട്ട് വിഹിതം മാത്രമാണ്. ചൗധരി ദേവിലാൽ സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ ലോക്ദൾ പിളർത്തി 2018 സ്വന്തം പാർട്ടിയായ ജനനായക് ജനതാ പാർട്ടി രൂപീകരിച്ച് ദുഷ്യന്ത് ചൗട്ടാല ഹരിയാന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. 2019 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കിയ ദുഷ്യന്തിനെ ഹരിയാന ഉപമുഖ്യമന്ത്രിയാക്കി. 10 സീറ്റുകളായിരുന്നു ജെ.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ബി.ജെ.പിയിൽ നിന്ന് ജെ.ജെ.പി സഖ്യം ഉപേക്ഷിച്ചിരുന്നു. കർഷകരെ വഞ്ചിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ ബി.ജെ.പി വിട്ട ജെ.ജെ.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജെ.ജെ.പി ഒന്നുമല്ലാതായിരിക്കുന്നു. ഹരിയാനയിൽ നിന്നുള്ള 35-കാരനായ യുവ നേതാവ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിൽ കാലിഫോർണിയ സ്റ്റേറ്റ് സർവകലാശാലയിൽ നിന്ന് ബിരുദം, രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലം, 26-ാം വയസ്സിൽ ലോക്സഭാ എം.പി, 2018 ജനനായക് ജനതാ പാർട്ടി രൂപവൽക്കരിച്ചു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14% വോട്ട് നേടി 10 സീറ്റുകൾ സ്വന്തമാക്കി ജെ.ജെ.പി. 2019 മുതൽ 2024 മാർച്ച് 12 വരെ ഹരിയാനയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇതൊക്കെയാണ് ഹരിയാനയിലെ വിമത രാജകുമാരൻ എന്നറിയപ്പെടുന്ന ദുഷ്യന്ത് ചൗട്ടാലയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ. ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റ് അംഗമെന്ന ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ദുഷ്യന്തിന്റെ പേരിലാണ്. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം തുടങ്ങിയ പദവികളും വഹിക്കുന്നു ദുഷ്യന്ത്. ഹരിയാനയിലെ ലാൽ പരമ്പര രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ കണ്ണികൂടിയാണ് ദുഷ്യന്ത്. ഹരിയാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലെത്തിയ നേതാവും ഹരിയാന ലോക്ദൾ പാർട്ടിയുടെ സ്ഥാപകനുമായിരുന്ന ചൗധരി ദേവിലാലിന്റെ ചെറുമകനുമാണ് ഇദ്ദേഹം. ചൗധരി ദേവിലാൽ സ്ഥാപിച്ച ഹരിയാന ലോക്ദൾ പാർട്ടിയാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ലോക്ദളായി പരിണമിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 2018 മുത്തശ്ശൻ ഓം പ്രകാശ് ചൗട്ടാലയും അമ്മാവൻ അഭയ് സിംഗ് ചൗട്ടാലയുമായുള്ള തർക്കത്തെ തുടർന്നാണ് ILLDയിൽ നിന്ന് ദുഷ്യന്ത് ചൗട്ടാല പുറത്തായത്. തൊട്ടു പിന്നാലെ അച്ഛൻ അജയ് സിംഗ് ചൗട്ടാലയുമായി ചേർന്ന് ജനനായക് ജനശക്തി പാർട്ടി രൂപീകരിച്ച് ദുഷ്യന്ത് ചൗട്ടാല 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുമായി സഖ്യത്തിലായി. കുടുംബ പാർട്ടിയിൽ നിന്ന് പുറത്തായ യുവ നേതാവിന് വിമത നേതാവ് എന്ന പരിവേഷവും കിട്ടി. ബി.ജെ.പിയുമായി കൈകോർത്ത ദുഷ്യന്ത് ചൗട്ടാല മനോഹർലാൽ ഖട്ടർ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അവിഭാജ്യ ഘടകമാണ് സാമുദായിക വോട്ടുകൾ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമുദായമായ ജാട്ട് വിഭാഗമാണ് ആരാണ് സംസ്ഥാനം ഭരിക്കുക എന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. ജാതീയ സമവാക്യങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയതിനാൽ ഹരിയാനയിലെ സാമുദായിക വോട്ട് ഉറപ്പിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ ആകെയുള്ള ജനസംഖ്യയിൽ 27% ജാട്ട് വിഭാഗം ഉൾപ്പെടുന്നു. ആകെയുള്ള 90 സീറ്റുകളിൽ 35ഓളം സീറ്റുകളിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കാൻ ഹരിയാനയിലെ ജാട്ട് വിഭാഗത്തിന് സാധിക്കും. ഓരോ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തീരുമാനിക്കുന്നത് ജാട്ട് സമുദായത്തിൽ നിന്നാണ് എന്ന പ്രത്യേകതയുമുണ്ട്. 2019 കണക്കനുസരിച്ച് ഹരിയാനയിലെ ജാതി തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം 25 മുതൽ 27% ജാട്ട് വിഭാഗം, 21% പട്ടികജാതി, 8% പഞ്ചാബികൾ, 7.5% ബ്രാഹ്മണർ, 5.1% അഹിർ അഥവാ യാദവ് വിഭാഗം, 5% വൈഷ്, 4% ജാട്ട് സിഖുകാർ, 3.8% മുസ്ലിങ്ങൾ, 3.4% രജപുത്രർ, 3.4% ഗുജ്ജർ, 2.9% സൈനി, 2.7% കുംഹാർ, 1.1% റോർ, 0.7% ബിഷ്ണോയികൾ എന്നിങ്ങനെയാണ്. സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയിൽ ജാട്ട്, ദളിത്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് 50%-ഓളം വരുന്നത്. ജാട്ട് സമുദായം ഭൂരിപക്ഷമായതിനാൽ 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ ജാട്ട് വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പിക്കാനാണ് കോൺഗ്രസ്, ബി.ജെ.പി, ആം ആദ്മി, ജെ.ജെ.പി, ASP സഖ്യവും INLD, BSP സഖ്യവും ശ്രമിച്ചത്.